ഇതാണ് അനീഷ്. മണ്ണടിയുണ്ട് അനീഷ്. അന്ന് എൻ്റെ കൂടെ പഴയ പണിക്കാനായിരുന്നു. ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നാണ് ഈ അവസ്ഥ പറ്റിപ്പോയി. ഇതൊക്കെ പുതിയ പണിക്കാരാ. എന്തുകൂടെ പെട്ടിയെ കാണിച്ചു കൂട്ടുന്നേരെ? ഏടെ എന്തിൻ്റെ പെട്ടി ഇത്? ഏടാ എന്തിൻ്റെ പെട്ടി ഇത്? അല്ല ഇത് പെട്ടി, ആ പെട്ടി റോയാണ്. ഇതൊക്കെ റോയാണ്. എൻ്റെ പഴയ പണിസ്ഥലമായിരുന്നു ഇതൊക്കെ. ഇപ്പം ഇതൊന്നും ചെയ്യാൻ നോക്കത്തില്ല. ഇയാളെ എന്നെ കൂട് പണിഞ്ഞ ആളാണ്. ഞങ്ങളെ അമ്മ അടി ഇക്കാൻ വഴക്കുണ്ടാകുന്നവരൊക്കെ ഞങ്ങളൊക്കെ. ഇതിനൊന്നും അത്ര പരിചയമില്ല. ഇത് ഇവിടെ ഉള്ള ഇയാള് ഏഴെന്തു ഇവിടെ ഏഴെന്തു പേരെന്തുവാ? എവിടെ എവിടെ ഉള്ള? കൈതപ്പറമ്പ്. രാജീവ്. ഇയാളെ പേരെന്തുവാണ്? അന്വേഷിച്ചു. എന്നെ കരുതില്ലേ? അതെ, എനിക്കിപ്പോൾ സംശയമുണ്ട്. ഞാൻ പേര് വായിച്ചിട്ട്. ഇയാളുടെ പേരെന്തുവാടെ? ഇവിടെ എവിടാ? അതായത് പഴയ പണിസ്ഥലമായിരുന്നു ഇവിടെയൊക്കെ. എന്താ ശീലം ഇരിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ നിന്ന് ഇപ്പം എന്നെ ഇറക്കി വിട്ടു. ഇവിടെ ഭയങ്കര പണിയാണെന്ന് അനുഭവിക്കുക. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ബാത്റൂം റോഡ്, കിച്ചൻ്റെ പരിപാടി മൊത്തം, കിച്ചൻ്റെ കബോർഡിൻ്റെ പരിപാടി, പിന്നെന്താ പറയുക, കബോർഡ്, പിന്നെ സീലിംഗ് ഉണ്ടെങ്കിൽ സീലിങ്, പിന്നെ വീടിന് വേണ്ട സീലിംഗ് പരിപാടി, പിന്നെ സിജു അലൂമിനിയം ശുചിയാണ്. സിജു അലൂമിനിയം സിലു അലൂമിനിയം. അതിനകത്ത് ഭാഗത്ത് അതിനകത്ത് വില്ലേജ് ഓഫീസിൻ്റെ അടുത്തായിരുന്നു. ഞാനിവിടുത്തെ പണ്ടത്തെ പണിക്കാനായിരുന്നു. അങ്ങനെ എനിക്ക് അർത്ഥം പറ്റിപ്പോയി. ഒരു ഗുളിക മാറി കഴിച്ച് ആകെ കൊളായി തീർന്ന്. നമ്മൾ ചോദിച്ച ഗുളിയൊന്നുമില്ല തന്നത്. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേ നമ്മുടെ കാര്യത്തെ തീരുമാനമായി. ജീവൻ നിലനിർത്തി. അത് മാത്രമേ ഉള്ളൂ. എൻ്റെ പഴയ സാധനങ്ങളൊക്കെയാണ്. പഴയ ആൾക്കാരൊക്കെ മാറ്റി പേര് മാറി. ഇത്ര പേര് പാടി ഇയാളൊക്കെ ഒന്ന് നീ പറ. ഞാൻ കണ്ടു. ഞാൻ തമ്പത്തി നിൽക്കുന്നത് ഇയാളെ കണ്ടെന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പണികളൊക്കെ ഇവിടെ ചെയ്യുക. ബാത്റൂമിന് ഡോറും കിച്ചൺ കബോർഡും പിന്നെ റൂം വയ്ക്കുന്നേ, അതൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. എല്ലാത്തിനും കാലം വന്ന് ഇവിടെ ചോദിച്ചാൽ മതി. ഇവിടെ ആലോചനത്തിന് എന്ത് പണി ഉണ്ടാകും ഇവിടെ കൊടുത്താൽ മതി. സിജു ജമീനത്തിൽ കൊടുത്താൽ മതി. അച്ഛൻ തേടേ എല്ലാവർക്കും ടാറ്റ. ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റ. ടാറ്റ.